കഴിഞ്ഞൊരു മാസമായിട്ട് ഞാൻ ഇതാ ഈ ആൽപ്സ് ഗുഡ്നസിൻ്റെ എന്താ പറയുക റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തലയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. സംഭവം അത് ബെസ്റ്റാണ്. മുടി കൊഴിച്ചിലിനൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ബോട്ടിൽ കഴിഞ്ഞു. ഇത് ഏതായാലും വെറുതെ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഏത് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ റോസ്മേരി വാട്ടർ ഇങ്ങനെ അടിച്ച് കയറിയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സ്വന്തമാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ റോസ്മേരിയുടെ ലീവ്സ് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇതാക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഏതായാലും ഇതിൻ്റെ ഈ ഇല ഉണങ്ങിയത് ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടി ഒരു കുപ്പി വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. ഏതായാലും നമ്മളെ ബോട്ടിൽ കാലിയാണ്, ഇത് വാങ്ങിക്കാനും കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാലും നമുക്ക് സൈ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാക്കണം കേട്ടോ, ഈ സാധനമായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്താണ് ഇത്രയാണ് ഇതിന് വില. ഇതിന് 150 രൂപ വില ഉണ്ട്. പക്ഷേ ഇത് ഓൺലൈനിൽ ഇത്ര ഇല്ല കേട്ടോ, ഇത്ര വിലയും ഇല്ല. പക്ഷേ ഞാൻ പിന്നെയാണ് അത് നോക്കിയത്, അത് ഒരു അബദ്ധമായി തോന്നുന്നുണ്ട്. മീഷോയിലൊക്കെ ഉണ്ട് വില കുറച്ച് കുറവാണ്, ഇതിലേറെ കൂടുതൽ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കോളൂ കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ വില കൂടുതലാണ്. അപ്പോൾ എന്തായാലും അതൊന്നും ഉണ്ടാക്കാം കേട്ടോ. എന്നാൽ വരി. അപ്പോൾ ഞാനിതാ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 സ്പൂണ് റോസ്മേരി ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ വാങ്ങിയ സംഭവം തന്നെയാണിത്. അപ്പോൾ അതാണ് 3 സ്പൂൺ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാക്കണോ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. തിളപ്പിക്കുമ്പോൾ നമ്മളത് അടച്ച് വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ. ഈ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തൊക്കെ അതിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് പതുക്കെ നല്ല സാവകാശം തിളപ്പിച്ച് എടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിത് തയ്യാറാക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ തിളച്ച് വരുന്ന സമയത്ത് ഇതിന്ന് ഒരു മണം ഇങ്ങനെ പന്തൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു വെറ്റിലേൻ്റെ ഒക്കെ ഒരു മണമോ അങ്ങനെ എന്തോ ഒരു സ്മെല്ല് പോലെയാണ് കേട്ടോ തോന്നിയത്. നല്ല മണമാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നല്ല മണം തന്നെയാണ് കേട്ടോ തോന്നുന്നത്. ഒരു ജീരക വെള്ളത്തിൻ്റെ ഒക്കെ കളറാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇനി ഇത് സ്റ്റവൊക്കെ ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വെക്കുകയാണ്. ആ സമയം ഞാനിതൊന്ന് നോക്കിയ സമയത്ത് തന്നെ അതാ കണ്ടോ റോസ്മേരി ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സത്തുകളൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ ഇതൊന്നും അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അരിപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് നല്ല വൃത്തി തന്നെ നാണ്ട് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ അത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ കളർ ഉണ്ടാവുക. അപ്പം ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അരിച്ചെടുത്ത് മാറ്റി നോക്കുമ്പോൾ കണ്ടോ 1/2 കപ്പ് വെള്ളമായിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ആ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ റോസ്മേരി വാട്ടറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് തലയിൽ തേക്കരുത്, തണുക്കാനൊന്നുള്ള ക്ഷമയൊന്നും ഉണ്ടായില്ല ഗൈസ്. അപ്പോഴേക്കും എനിക്കിത് മുടിയൊക്കെ ഞാൻ വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. കേളി മുടി ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുകയാണ്, വലിയ തിക്കൊന്നുമില്ല കേട്ടോ നമ്മളെ മുടി. അപ്പം ഞാൻ ഇങ്ങനെ നമ്മൾ വഴച്ചിലിങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ സ്പ്രേ ബോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കൂടുതൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഒരു പിശുക്കത്തരൊന്നുമില്ല, നല്ല രീതി തന്നെ റോസ്മേരി വാട്ടറൊക്കെ നമ്മളെ തലയിലാവണുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.